മിസ്ലേനിയസ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോ nth ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് nth ടേം എന്ന് പറയുന്നത്. അപ്പോ m പ്ലസ് nth ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും? m പ്ലസ് nth ടേം എന്ന് പറയുമ്പോ a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ശരിയാണല്ലോ അല്ലെ? m മൈനസ് nth ടേം എന്ന് പറയുമ്പോഴോ a പ്ലസ് m മൈനസ് ഇൻറ്റു d. ശരിയാണല്ലോ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ, ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യാം. ചെയ്യാൻ മേലെ AP is 24 and the second question ആണ് and their product is 440. Find the numbers. അതോടെ സെക്കൻഡ് ക്വസ്റ്റ്യനില് AP ആണ്. APയുടെ സം 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് a മൈനസ് d a പ്ലസ് d. എന്തുകൊണ്ടാണ് a മൈനസ് d a പ്ലസ് d എടുത്തത്? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. GPയുടെ പ്രോഡക്റ്റ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ് a/r a/r എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? GPയുടെ കേസില് GPയുടെ പ്രോഡക്റ്റ് തന്നു കഴിഞ്ഞാൽ a/r a/r. കാരണം പ്രോഡക്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആറും ക്യാൻസൽ ചെയ്ത് പോകാൻ സൗകര്യമാണ്. പെട്ടെന്ന് എയുടെ വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് പ്രോഡക്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ a/r a/r എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്. നെക്സ്റ്റ് ടേം a പ്ലസ് d a പ്ലസ് 2d a പ്ലസ് 3d. അതേപോലെ എയുടെ പുറയിലേക്ക് എടുക്കുമ്പോൾ a മൈനസ് d a മൈനസ് 2d a മൈനസ് 3d അങ്ങനെ പോകും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോ ഒരു AP എടുക്കുവാണ് 4 6 8 10 ഇങ്ങനെ എടുക്കുവാണ്. ഈ 4ന് മുമ്പ് എന്താ ഉള്ളത്? 2 ഉണ്ട് ഇല്ലേ? അപ്പൊ 4 എന്ന് പറയുന്നത് a ആണെങ്കിൽ 2 എന്ന് പറയുന്നത് a മൈനസ് d ആണ്. ഇത് a പ്ലസ് d ആണ്. അപ്പൊ ഇതിന് വ്യത്യാസം ഉണ്ടോ? അപ്പൊ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സം തന്നു കഴിഞ്ഞാൽ എന്താണ്? സം 24 പറഞ്ഞിരിക്കുന്നത്. സം 24 എന്ന് പറയുമ്പോൾ a മൈനസ് d പ്ലസ് a പ്ലസ് a പ്ലസ് d ഈക്വൽ ടു 24. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഈ ഡിയും മൈനസ് ഡിയും കൂടി ക്യാൻസൽ ആയി പോകും. പോയിട്ട് 3a ഈക്വൽ ടു 24 ആൻഡ് a ഈക്വൽ ടു 8 എന്ന് പെട്ടെന്ന് വാല്യൂസ് കിട്ടും. കിട്ടൂല്ലേ? അതേസമയം നമ്മളിവിടെ a പ്ലസ് d a പ്ലസ് 2d എടുത്തു കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ പെട്ടെന്ന് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ a മൈനസ് d a പ്ലസ് d എടുക്കുന്നത്. ഓൺലൈൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a മൈനസ് d ഇൻറ്റു a പ്ലസ് d അല്ല, ഈക്വൽ ടു എത്രയാ? 440 ആണ്. 440 ആണ് ഇതിന്റെ പ്രോഡക്റ്റ്. a എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഷോർട്ട് ആക്കി എഴുതുമ്പോൾ എന്ത് വരും? a ഇൻറ്റു a സ്ക്വയർ മൈനസ് d സ്ക്വയർ ഈക്വൽ ടു 440 എന്ന് എഴുതാം. a എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു 64 മൈനസ് d സ്ക്വയർ ഈക്വൽ ടു 440 അല്ലെ? അപ്പൊ 64 മൈനസ് d സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 58 കിട്ടും. ശരിയാണോ? ഓക്കെ. ദെൻ d സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? d സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ബാക്കി സോൾവ് ചെയ്യും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാമല്ലോ. ബാക്കി 58 അല്ല, സോറി 55 ആണ്. 55 ആണ്. ഓക്കെ. അപ്പൊ d സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 9 കിട്ടും. d എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോ a എന്ന് പറയുന്നത് 8 എടുക്കുക, d ഈക്വൽ ടു 3 എടുക്കുക, അതിനുശേഷം a ഈക്വൽ ടു 8 എടുക്കുക, d ഈക്വൽ ടു
-3 എടുക്കുക. രണ്ടും വെച്ചിട്ട് 3 നമ്പേഴ്സ് ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ A = 203. ഫോർത്ത് ക്വസ്റ്റ്യൻ divisible by 7 ആണ്. അപ്പോ A എന്ന് പറയുന്നത് 203 ആണ്. ലാസ്റ്റ് ടൈം എത്ര വരും? ലാസ്റ്റ് ടൈം എത്ര വരും? 399. 203. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 399. D എന്ന് പറയുന്നത് 7. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടതിനകത്ത്? സമ്മാണ് കാണുന്നത് അല്ലേ? അപ്പം സം കാണണമെങ്കിൽ അവിടെ n കാണണമല്ലോ. സം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതാണ് ഈസി മെത്തേഡ് അല്ലേ? പക്ഷെ അവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ n കാണണം അല്ലേ? n കാണണമെങ്കിൽ എന്ത് ചെയ്യാം? n is 399, then a plus n minus 1 into d equal to 399. a എന്ന് പറയുന്നത് 203 plus n minus 1 into 7 equal to 399. Then n minus 1 into 7 equal to 399. അപ്പൊ എത്ര വരും? 196 വരും അല്ലേ? 196 അല്ലേ? Yes, sir. Then n minus 1 equal to 196 divided by 7. എത്ര വരും? എത്ര വരും? 28. 28. n equal to 29. അപ്പൊ എന്ത് എഴുതാം? 29/2 into 203 plus 399. ചെയ്യാലോ? Yes, sir. ഓക്കെ, ഒരു സെക്കൻഡ് ആണിത്. അവിടെ പറഞ്ഞിരിക്കുന്നത് divisible by 2 or 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. divisible by 2 or 5 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 1 to 100 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ 2 മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. 2 മാത്രം എടുക്കുമ്പോൾ എന്തൊക്കെ വരും? 2 കൊണ്ട് divisible ആയിട്ട് മാത്രമുള്ള എടുക്കുമ്പോ 2, 4, 8. divisible by 2 എടുക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10, 12 എക്സെട്ര ഇങ്ങനെ പോകും അല്ലെ? ശരിയല്ലേ? ഇനി divisible by 5 എടുക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? 5, 10, 15, 20 എക്സെട്ര. ഇവിടെ ഒരു പ്രശ്നം എന്താ വരുന്നത്? ഈ 10, 20, 30, 40 ഇത് ഡബിൾ ആയിട്ട് വരും. പറയാൻ ശ്രദ്ധിക്കുക. ശരിയല്ലേ? ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? divisible by 2 എടുക്കുമ്പോ അവിടെ എന്ത് സംഭവിക്കും? 2, 4, 6, 8, 10 വരും. പിന്നെ 12, 14, 16, 18, 20 വരും. പിന്നെ 30 വരും. പിന്നെ 40 വരും. പിന്നെ 50 വരും. ശരിയല്ലേ? divisible by 2 വരും. അപ്പൊ divisible by 2 എടുക്കുമ്പോ അവിടെ എല്ലായിടത്തും ആ സംഖ്യ വരും. അതേപോലെ തന്നെ divisible by 5 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 10, 20, 30, 40, 50, 60 വരും. അപ്പൊ ഈ ഡബിളിങ് വരെ നമുക്ക് ഒഴിവാക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇത് രണ്ടിന്റെയും സം തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? divisible by 10 എന്നുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. divisible by 10 എന്ന് പറയുമ്പോൾ 10, 20, 30 എക്സെട്ര. ശരിയാണോ? divisible by 2 സം എടുക്കുമ്പോ ഇവിടെ ഓൾറെഡി 10, 20, 30, 40 വന്നു കഴിഞ്ഞു. divisible by 5 എടുക്കുമ്പോഴും എന്ത് സംഭവിക്കും? ഇവിടെയും 10, 20, 30, 40 ഡബിൾ ചെയ്തു. അപ്പൊ ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? divisible by 10, 20 മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞേ? ഓൺലൈൻ ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ? Yes, sir. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടീഷനാണ്. divisible by 2 ഉണ്ട്, divisible by 5 ഉണ്ട്. നമ്മൾ divisible by 2 മാത്രം എടുക്കുമ്പോ അവിടെ 2, 4, 6, 8, 10 ആ 10 നമ്മൾ നോട്ട് ചെയ്താൽ മതി. 10, 20, 30, 40, 50 ഈ സംഭവം അവിടെ വന്നു. divisible by 5 എടുക്കുമ്പോഴും അവിടെയും വരും 10, 20 വരും.
അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ 10, 20 മൾട്ടിപ്പിൾ ഓഫ് 10ഉം ഇവിടുത്തെ മൾട്ടിപ്പിൾ ഓഫ് 10ഉം കൂടി ഡബിൾ ചെയ്യുക. ആ ഡബിൾ ചെയ്ത ഒന്ന് നമുക്ക് ഒഴിവാക്കണം, വേണ്ടേ? ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് എഴുതി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്ത് അതിന്റെ സം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ടിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. മൾട്ടിപ്പിൾ ഓഫ് 10 ഡിവിസിബിൾ ബൈ 10 ആണ് പ്രശ്നക്കാരൻ. അതേ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. അതിന്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതിക്കോളൂ, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. എഴുതിക്കോളൂ. സം ഈക്വൽ ടു റിക്വയർഡ് സം ഈക്വൽ ടു സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2. എഴുതിക്കോളൂ കേട്ടോ. സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 പ്ലസ് സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5. സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 മൈനസ് സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 10. സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പൊ സം ഈക്വൽ ടു Sn ഈക്വൽ ടു 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്ര മൈനസ് 10 പ്ലസ് 20 പ്ലസ് എക്സെട്ര. ഇതാണ് സംഭവം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോ? ഓൺലൈൻ നോ സർ. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. പറയൂ. 10ഉം 20ഉം 40 ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തിനാ മൈനസ് ചെയ്യണം? ഇവിടെ ഈ മൾട്ടിപ്പിൾ ഓഫ് 2-ല് 10, 20, 30 വന്നല്ലോ അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 5-ലും 10, 20, 30 വന്നല്ലോ. സാറെ സൗണ്ട് കേട്ടില്ല. അല്ല, അത് രണ്ടിടത്തും കൂടി വരുമ്പോ ഡബിൾ ചെയ്തില്ലേ? മൾട്ടിപ്പിൾ ഓഫ് 10 ഡബിൾ ചെയ്തില്ലേ? സൗണ്ട് എല്ലാവർക്കും വോയിസ് പ്രശ്നമുണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ആൽവിൻ, ഈ മൾട്ടിപ്പിൾ ഓഫ് 2-ല് 10, 20, 30, 40 വരുന്നുണ്ട്, ശരിയാണോ? സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയി. മൾട്ടിപ്പിൾ ഓഫ് 5-ലും 10, 20, 30, 40 വരുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡബിൾ ആയല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറയുന്നത് ഡബിൾ ആയി. അത് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ. അരവിന്ദ്, ടു ഡിജിറ്റ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഡിവിസിബിൾ ബൈ 4 2 ഡിജിറ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ എത്രയാ? 2 ഡിജിറ്റ് നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 13. 2 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ 12 വരും. പക്ഷെ റിമൈൻഡർ 1 പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 13. ശരിയാണല്ലോ? ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരേണ്ടത് 12 ആണ്. പക്ഷെ 1 റിമൈൻഡർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 12 പ്ലസ് 1 13. ഇനി റിമൈൻഡർ 3 ആണെങ്കിലോ നമ്മൾ കണക്കാക്കി കറക്റ്റ് ചെയ്തോണം. ഓക്കെ. അപ്പൊ 13. നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? പിന്നെ പ്ലസ് 4 ചെയ്ത് പോയാൽ മതി. 17, 21 എക്സെട്ര. ശരിയല്ലേ? നോക്കിയേ, 17 എന്ന് പറയുമ്പോൾ 4 4 16 അല്ലെ? പ്ലസ് 1. ശരിയല്ലേ? 5 4 20 പ്ലസ് 1. അപ്പൊ എല്ലായിടത്തും റിമൈൻഡർ 1 വന്നു. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 13 ആണ്. ലാസ്റ്റ് ടേം എത്ര വരും? ഡിവിസിബിൾ ബൈ 4-ല് എത്ര വരും? ലാസ്റ്റ് ടേം 97. ഓക്കെ. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 97. ഓക്കെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 13, എ എന്ന് പറയുന്നത് 97, ബി എന്ന് പറയുന്നത് 4, n നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ അതിന്റെ സമ്മും കാണണം. ചെയ്യാലോ? ഓക്കെ. ഹലോ, എന്താ ഒരു സെക്കൻഡ്. അവിടെ തന്നിട്ടുണ്ട് F(1 = 3) തന്നിട്ടുണ്ട്. അത് കൂടാതെ
sigma x equal to 1 to n, f of x equal to 120, find the value of n. ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആകെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് 1 ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. വേറെ തന്നിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം തന്നിട്ടുണ്ട് 1 to n വരെയുള്ള സം, nth ടേം വരെയുള്ള സം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 120. നമുക്ക് എന്ത് കാണണം? n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ്, ഈ റിലേഷൻ എടുക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് ഈ ഫംഗ്ഷൻ എടുക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെ. അപ്പൊ ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 3 ആണ്. then what is f of 2? f of 2 equal to f of 1 plus 1 എന്ന് എഴുതാലോ ഇല്ലേ. f of 2 എന്ന് പറയുന്നത് f of 1 plus 1. f of 1 plus 1 means f of x plus y ആണോ? f of x plus y ഫോർമാറ്റ് ആണല്ലോ ഇത്. ഓക്കെ, അപ്പൊ f of x plus y എന്ന് പറഞ്ഞാൽ that is equal to f of x into f of y. f of x into f of y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ x ന് പകരം 1 ആണ്, y ക്ക് പകരം 1 ആണ്. Now what is f of 1? f of 1 is 3. Then 3 into 3 equal to 9. Any doubt? നമ്മൾ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ അപ്ലൈ ചെയ്തു. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്, പ്രോഡക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലോ. ഇവിടെ നമ്മൾ 2 എടുത്തു, എഫ് ഓഫ് 2 എടുത്തു. എഫ് ഓഫ് 2-നെ 1 plus 1 എന്ന് എഴുതി. 1 plus 1 എന്ന് പറഞ്ഞാൽ ഇത് എക്സും ഇത് വൈയും അല്ലേ. അപ്പൊ എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. ശരിയാണല്ലോ. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈയും 1 ആയതുകൊണ്ട് എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് 1 3 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 into 3 9. ഇതിൽ കൂടുതൽ എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. എവിടെ ഇവിടെ ഇതാണോ? ഇവിടെ എക്സ് തന്നെയാണല്ലോ. എക്സ് ഈക്വൽ ടു 120 അല്ലേ? എക്സ് തന്നെയാണ് സർ. ശരിയല്ലേ എഴുതിയിരിക്കുന്നത്? യെസ് സർ. ഇത് എന്നല്ല എക്സ് എഴുതിയിരിക്കണേ. അങ്ങനെ ആയിപ്പോയതാ. ഓക്കെ, കണ്ട എൻ പോലെ ഇരിക്കുന്നത് അല്ലെ? എൻ പോലെ. ഓക്കെ, അപ്പൊ ഇവിടെ മേലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. വീഡിയോ ഓൺ ആക്കി വെക്കേണ്ടി വരും തോന്നുന്നു, ഈ മിണ്ടാൻ പറ്റാത്ത ആളുകളൊക്കെ. അടുത്തത് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് 2 plus 1 അല്ലെ. എഫ് ഓഫ് 2 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 2 into എഫ് ഓഫ് 1. എന്താ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 9 ആണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്ത് വരും? 27 വരും. ശരിയാണല്ലോ. Yes, sir. ഓക്കെ, അപ്പൊ ഇത് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് 1 to n എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 120 തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് എസ് എൻ ഈക്വൽ ടു എഫ് ഓഫ് 3 plus 9 plus 27 plus എക്സെട്ര ഈക്വൽ ടു 120 തന്നിട്ടുണ്ട്. ശരിയാണല്ലോ. ഇത് എ പി ആണോ ജി പി ആണോ? GP. 3 9 27 മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ Yes sir. GP. അപ്പൊ ജി പി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. Yes sir. Yes, sir. അപ്പൊ ബാക്കി എൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 9, ആർ എന്ന് പറയുന്നത് 3, സം എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ആർ റേസ് ടു n minus 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഈക്വൽ ടു 120. ഞാൻ തന്നെ ചെയ്യാം, നല്ലത്. ഓക്കെ, അപ്പൊ എക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into 3 raised to n minus 1 divide by 2 equal to 120. ഓക്കെ ആണോ? Yes, ഓക്കെ sir. ആണോ? ഓക്കെ ആണ്. Then 3 raised to n minus 1 equal to 80.
2 റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, 240 ആവുന്നു. 240 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 80, and 3 raised to n equal to 81. 3 raised to n equal to 3 raised to ആരുടേത് മ്യൂട്ട് ചെയ്യാൻ സംസാരിക്കുന്നത്. 3 raised to n equal to 3 raised to 4 and n equal to 4. ഓക്കെ ആണോ? Yes, sir. എ എന്ന് പറഞ്ഞ എത്രയാ പഠിച്ചേ? എ ഈക്വൽ ടു 5, പിന്നെ ആർ ഈക്വൽ ടു 2, എസ് എൻ ഈക്വൽ ടു 315. 315. ഓക്കെ, എന്തൊക്കെയാ കാണണ്ടേ? ലാസ്റ്റ് ടേം കാണണം. N. അപ്പോ എ എൻ കണ്ടുപിടിക്കണം, എന്നും കാണണം. അപ്പൊ എസ് എൻ ഈക്വൽ ടു എത്രയാണ്? 315 ആണ് അല്ലേ? അപ്പൊ എ ഇൻറ്റു ആർ റേസ് ടു n minus 1 divided by r minus 1 equal to 315. Okay, a5 substitute ചെയ്യാം. 2 raised to n minus 1 equal to 315. r minus 1 എന്ന് പറയുന്നത് 2 minus 1 ആണ്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ 2 raised to n minus 1 equal to എത്ര വരും? 63 അല്ലേ? 63 അല്ലേ? 2 raised to n എന്ന് പറയുന്നത് 64. 2 raised to n equal to 2 raised to 6 അല്ലേ? 2, 4, 8, 16, 32, 64. അത് തന്നെ. Then n equal to 6 കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് a into r raised to n minus 1. ചെയ്യാലോ? Yes, sir. ഇതാണ് ലാസ്റ്റ്. ഓക്കെ, 9th question. a equal to 1. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് 5th അല്ലല്ലോ, ടേം അല്ലേ മോനെ? തേർഡ് ടേം ആൻഡ് ഫിഫ്ത് ടേം. തേർഡ് ടേമും ഫിഫ്ത് ടേമും തമ്മിലുള്ള സം. അപ്പൊ a3 പ്ലസ് a5 ഈക്വൽ ടു 90. അപ്പൊ a3 എന്ന് പറയുമ്പോ ar raised to 4 പ്ലസ് ar square equal to 90. ശരിയല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് r raised to 4 പ്ലസ്, ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്, r square minus 90 equal to 0. ഓക്കെ, r raised to 4 plus r square minus 90 equal to 0. That is r square plus 10 into r square minus 9 equal to 0. r square plus 10 into r square minus 9 equal to 0. Okay, ഇവിടെ r square plus 10 നമുക്ക് പോസിബിൾ അല്ല. So r square equal to 9. r square equal to 9, r equal to plus or minus 3. ക്ലിയർ ആണോ? നിങ്ങളുടെ മെയിൻ പ്രശ്നം ഇതെങ്ങനെ എഴുതി എന്നുള്ളതല്ല, ആർ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 9. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ ആർ സ്ക്വയർ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആർ സ്ക്വയർ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 90 ഈക്വൽ ടു 0 ആയോ? ആയോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പൊന്നോ അല്ലേ? ഓൺലൈൻ ആർ സ്ക്വയർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 90 ഈക്വൽ ടു 0. ശരിയല്ലേ? ഇത് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ, ഇത് ആർ സ്ക്വയർ, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ എഴുതാം? എക്സ് പ്ലസ് 10 ഇൻറ്റു എക്സ് മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിന്റെ ഡൗട്ട് ഉണ്ടോ? മിഡിൽ ടേം എക്സ്പ്രഷൻ ഡൗട്ട് ഉണ്ടോ? അറിയാമോ ഇത്? ഇനി ഇവിടെ എക്സിന് പകരം എന്ത് എഴുതാം? ആർ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 ആണോ? ഇനി ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. അത് അപ്ലൈ ചെയ്താലും മതി. ഓക്കെ ആണോ? ഓക്കെ, 10th question അല്ലേ? സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ GP is 256 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നോർമൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് AR സ്ക്വയർ എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ആയിട്ട് എടുക്കാം അല്ലെ? 10th question, a plus AR plus
AR square equal to 256. ശരിയല്ലേ? A plus AR plus AR square equal to 56 ആണല്ലേ? 56. ആരും ശ്രദ്ധിക്കുന്നില്ലേ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് A കോമൺ എടുക്കാം. A into 1 plus R plus R square equal to 56. This is equation 1. അവിടെ നിൽക്കട്ടെ. ഇനി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് 1721 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? 1721 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ A minus 1 AR minus 7 AR square minus 21 R in AP. ശരിയാണോ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നേ? Yes, sir. Okay. അപ്പം 3 terms. If A, B, C are in AP, if A, B, C are in AP, then what is the arithmetic mean or middle term? B equal to A plus C divided by 2. ഓർമ്മയുണ്ടോ arithmetic mean? Yes, sir. Okay. അപ്പൊ ഇവിടെ B യുടെ പ്ലേസിൽ വരുന്നത് AR minus 7 ആണ് അല്ലെ? അപ്പോ AR minus 7 equal to A plus C A minus 1 അല്ലെ? Plus AR square minus 21 divided by 2 ആണല്ലോ. വേറെ കണ്ടീഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. From these numbers in that order we obtain അതന്നെ AP. Okay. Cross multiplication ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2AR minus 14 equal to AR square minus A plus A minus 22. ശരിയാണല്ലോ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക. Then AR square minus 2AR plus A minus 8 അല്ല equal to 8. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Yes, sir. ഞാൻ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് വെറുതെ ആഡ് ചെയ്തു. AR square minus 22 plus A. നോക്കിയേ, AR square minus 22 plus A. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇവിടെ എന്ത് ചെയ്യാം? A കോമൺ എടുക്കാം. A കോമൺ എടുക്കുമ്പോൾ A into R square minus 2R plus 1 equal to 8. That is equation 2. വേണമെങ്കിൽ നമുക്ക് ഇതിനെ A square minus 2AB plus B square എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒന്ന് പോസ്റ്റ് ചെയ്തേ അരവിന്ദ്. ഇക്വേഷൻ 1 ഉം 2 ഉണ്ട്. 1 ഡിവൈഡ് ബൈ 2 ചെയ്യാം. 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഇക്വേഷൻ 1 എയും എയും ക്യാൻസൽ ആയി പോകും അല്ലെ? ആ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോളൂ. R square plus R plus 1 divided by R square minus 2R plus 1 equal to 7. അതായത് 56 by 8 എന്ന് പറയുന്നത് 7 ആവും. ഓക്കെ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? R square plus R plus 1 equal to 7R square minus 14R plus 7. ഓക്കെ. അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക. അപ്പോ 6R square minus 15R plus 6 equal to 0. ശരിയാണോ? Sir, plus 15R അല്ലേ? അതെങ്ങനെയാ? പ്ലസ് ആർ അപ്പുറത്തേക്ക് പോകുമ്പോ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആറല്ലേ വരുന്നത്? Yes, sir. ഓക്കെ. ഇനി ഇത് സോൾവ് ചെയ്യാലോ? ആറ് സോൾവ് ചെയ്യാലോ? ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Arvind? The GP consists of an even number of terms if the sum of all the terms 5 times the sum of terms occupying odd place. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഡ് പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സം ഓഫ് ഈവൻ ടേംസ് എന്ന് പറയുമ്പോൾ അതിന്റെ റേസ് ടു എൻ അല്ല 2n ആയിരിക്കും വരുന്നത് അല്ലെ? nth ടേം ആയിരിക്കില്ല, 2nth ടേം ആയിരിക്കും വരുന്നത്. ശരിയാണോ? ഈവൻ ടേംസ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2n ആയിരിക്കും. അതുകൊണ്ട് Sn എന്ന് പറയുന്നത് A into R raised to 2n minus 1 divided by R minus 1. R raised to n ന് പകരം R raised to 2n ആണ്. കാരണം ഈവൻ ടേംസ് ആയതുകൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്.
ഇനി പറഞ്ഞിരിക്കുന്നത് ഓക്കുപ്പൈങ് ഓഡ് പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റേസ് ടു 4, എ ആർ റേസ് ടു 5 അങ്ങനെയാണ്. അവിടുത്തെ ഓഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ എ വരും, പിന്നെ എ ആർ സ്ക്വയർ, പിന്നെ എ ആർ റേസ് ടു 4, എ ആർ റേസ് ടു 6, എ ആർ റേസ് ടു 8 അങ്ങനെ ആയിരിക്കും പോകുന്നത്. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എ ആർ എടുക്കാൻ പറ്റില്ല, ഓഡ് പ്ലേസ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. അപ്പൊ കോമൺ റേഷ്യോ എന്ത് വരും? ആർ ആയിരിക്കില്ല, ആർ സ്ക്വയർ ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. അപ്പൊ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ആർ സ്ക്വയർ. ഓക്കെ, ഇനി സം എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇവിടെ ആർ സ്ക്വയർ ഓൾ റേസ് ടു എൻ വരും, ആറിന് പകരം ആർ സ്ക്വയർ വരും. ക്ലിയർ ആണല്ലോ? ആറിന് പകരം ആർ സ്ക്വയർ. അപ്പൊ ആർ സ്ക്വയർ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആർ റേസ് ടു 2n. ആർ സ്ക്വയർ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആർ റേസ് ടു 2n മൈനസ് 1. ഓക്കെ ആണോ? ഓൺലൈൻ? Yes, sir. ഓക്കെ, അപ്പൊ ഈ ആർ സ്ക്വയർ തെറ്റിക്കരുത്, ഈ ആർ റേസ് ടു 2n ഇവിടെ തെറ്റിക്കരുത്. ഇനി ഒരു പറഞ്ഞിരിക്കുന്നത് നമുക്കിത് എസ് എന്നും എസ് എൻ ഡാഷും ആണ്. അപ്പോ എസ് എൻ ഈക്വൽ ടു 5 ടൈംസ് എസ് എൻ ഡാഷ് ആണ്. ശരിയാണല്ലോ? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 5 ടൈംസ് അല്ലെ? 5 ടൈംസ് ദ സം ഓഫ് ടേംസ് ഓക്കുപ്പൈങ് ഓഡ് പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? എസ് എൻ ഈക്വൽ ടു 5 ഇൻറ്റു എസ് എൻ ഡാഷ്. ഓക്കെ ആണോ? Yes. Then a into r raised to 2n minus 1 divided by r minus 1 equal to 5 into a into r raised to 2n minus 1 divided by r square minus 1. അപ്പൊ ഇവിടെ എയും എയും ക്യാൻസൽ ആയി പോവും. ഈ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോവും. ശരിയല്ലേ? ന്യൂമറേറ്റർ കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോവും. പോയിട്ട് എന്താ വരുന്നത്? ഈ ആർ മൈനസ് 1ഉം ആർ സ്ക്വയർ മൈനസ് 1 കൂടി ക്യാൻസൽ ആയി പോയിട്ട് ആർ പ്ലസ് 1 വരും. അപ്പൊ 1 ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ ആർ പ്ലസ് 1. ശരിയാണോ? അപ്പൊ ആർ ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ഈക്വൽ ടു 4 കിട്ടും. ആണോ? ആൻസർ അതാണോ? ആർ ഈക്വൽ ടു 4 ആണോ? ഓൺലൈൻ ഓക്കെ ആണോ? Yes, sir. Yes, sir. Yes, sir. Sum of first 4 numbers എന്ന് പറയുമ്പോൾ a plus c, a plus 2d, a plus 3d equal to 56. a എന്ന് പറയുന്നത് എത്രയാ? 11. അപ്പൊ ഇവിടെ എത്രയുണ്ട്? 1 2 3 4 അല്ലെ? 4a plus 6d equal to 56. A equal to 11. Then 44 plus 6d equal to 56. Then 6d equal to 12 and d equal to 2. Okay ആണോ? ഡൗട്ട് ഉണ്ടോ? Yes. ഇനി ലാസ്റ്റ് സം ഓഫ് ലാസ്റ്റ് 4 ടേംസ്. ഈ ലാസ്റ്റ് 4 ടേംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? എ എൻ ആയിരിക്കും അല്ലെ? എ എൻ ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. അതിന് മുമ്പ് എന്തായിരിക്കും? n minus മൈനസ് 1, പിന്നെ എ എൻ മൈനസ് 2, പിന്നെ എ എൻ മൈനസ് 3. ഇതായിരിക്കും ലാസ്റ്റ് 4 ടേംസ് എന്ന് പറയുന്നത് അല്ലെ? ലാസ്റ്റ് 4 ടേംസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? എ പ്ലസ് എൻ മൈനസ് 4 ഇൻറ്റു ടി. ശരിയാണോ? എ പ്ലസ് എൻ മൈനസ് 3 മൈനസ് 1 വരും. ഞാൻ ആ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്തതാണ്. ഓക്കെ ആണോ? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി ആണ്. എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി ആണ്. എന്നിന് പകരം ഇവിടെ എത്രയാണ് വരുന്നത്? എൻ മൈനസ് 3. മനസ്സിലായില്ല? മനസ്സിലായി? ഓക്കെ. പ്ലസ് അടുത്തത് എ പ്ലസ് എൻ മൈനസ് 3 ഇൻറ്റു ടി. എ പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു ടി. അടുത്ത നോർമൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് എ എൻ ആണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 സബ്ട്രാക്ട് ചെയ്തല്ലേ വരുന്നത്. അതേപോലെ തന്നെ വരും.
നമ്മളിപ്പോ 10th ടേം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? A+90 അല്ലേ എടുക്കുന്നത്? 10th ടേം എന്ന് പറഞ്ഞാൽ A+90. അതേപോലെ തന്നെ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? ലാസ്റ്റ് 4 ടേംസിന്റെ സം എന്ന് പറയുന്നത് 112 ആണ് അല്ലെ? ഈക്വൽ ടു 112. ശരിയാണല്ലോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് സെയിം 4A തന്നെ പ്ലസ് ഡി ഇൻറ്റു നമുക്ക് എന്താ എഴുതാം? n-4 പ്ലസ് n-3 പ്ലസ് n-2 പ്ലസ് n ഈക്വൽ ടു 112. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് 44 ആകും. ഡി ഇൻറ്റു n എത്ര ഉണ്ട്? 4 ഉണ്ട്. 4n മൈനസ് 7 മൈനസ് അതിവിടെ n-1 അല്ലേ? നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലേ? 4n മൈനസ് -4 -7 -9 -1 ഈക്വൽ ടു 112 മൈനസ് 44. ഓക്കെ, ശരിയാണോ? ഡി എന്ന് പറയുന്നത് 2. ഡി എന്ന് പറയുന്നത് 2. ഡൗട്ട് ഉണ്ടോ? ബാക്കി ചെയ്യാലോ? Yes, sir. ഓൺലൈൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. Minus b by a. A and B are the roots of x square minus 3x plus b equal to 0. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? Minus b by a. മൈനസ് ബി ബൈ എ. അത് തന്നെ, മൈനസ് ബി ബൈ എ. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ. അതൊന്ന് എഴുതിക്കോളൂ, അറിയാൻ മേലാത്തവർ. എല്ലാം മറന്നു പോയിട്ടോ നിങ്ങള്. എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ, എ ആൻഡ് ബി ആർ ദ റൂട്ട്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എ പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് സം ഓഫ് ദ റൂട്ട്സ് കേട്ടോ. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് എ ബൈ ബി. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു b by a, negative b by a. ബി ബൈ എ. ബി ബൈ എ. ഞാൻ സ്ലോപ്പിലേക്ക് പോയി. ബി ബൈ എ. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് c by a. സി ബൈ എ. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് സി ബൈ എ. ഞാൻ ആ സ്ലോപ്പിന്റെ ഇതിലേക്ക് പോയി പെട്ടെന്ന്. സ്ട്രേറ്റ് ലൈൻസിൽ മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ. a. മൈനസ് ബി ബൈ എ. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് സി ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ അവിടെ എ പ്ലസ് ബി എന്ത് വരും? എ പ്ലസ് ബി അപ്ലൈ ചെയ്യും. മൈനസ് ബി ബൈ എടുക്കുമ്പോൾ 3 കിട്ടും അല്ലേ? എഴുതിക്കോളൂ. എ പ്ലസ് ബി ഈക്വൽ ടു 3. എ പ്ലസ് ബി ഈക്വൽ ടു 3. എ ബി ഈക്വൽ ടു പി. എ പ്ലസ് ബി ഈക്വൽ ടു 3. എ ബി ഈക്വൽ ടു പി. എ ബി ഈക്വൽ ടു പി. ഇനി അടുത്തത് എന്താ? സി ആൻഡ് ഡി ആണല്ലേ? സി ആൻഡ് ഡി ആർ റൂട്ട്സ് ഓഫ് തന്നിരിക്കുന്നത്. അപ്പൊ സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 12. സി പ്ലസ് ഡി ഈക്വൽ ടു 12 അല്ലെ? 12. And 2. Yes. C plus D. C plus D equal to 12 and CD equal to Q. About ABCD. ABCD are in GP അല്ലേ? Yes. ABCD are in GP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ABCD forms a GP. ഓക്കെ, അപ്പൊ ഇവിടെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. A is the first term. B എന്ന് പറയുന്നതോ? A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. B equal to AR. C equal to AR square and D equal to AR cube. എടുക്കാമല്ലോ? ശരിയാണോ? ABCD ആറും GP അവർ തന്നിട്ടുണ്ട്. That means Yes. B second term, C third term. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ആ സർ. ഓക്കെ,
അപ്പോ എ പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്. അപ്പോ ബിക്ക് പകരം നമുക്ക് എ പ്ലസ് എ ആർ ഈക്വൽ ടു 3, then a into 1 plus r equal to 3, equation 1. അതേപോലെ c plus b equal to 12. c എന്ന് പറയുന്നത് ar square plus ar cube equal to 12, then ar square into 1 plus r equal to 12, that is equation 2. ഇനി 2 divided by 1 ചെയ്യാലോ. 2 divided by 1 ചെയ്യാമല്ലേ? അപ്പൊ എന്ത് കിട്ടും? r equal to 4 കിട്ടും. ഇവിടെ വരെ മനസ്സിലായോ? വേറെ ഒന്നുകൂടെ നോക്കിക്കോളൂ. Sir, പറയൂ. r square is equal to 4 അല്ലേ? സ്ക്വയർ r square equal to 1 അല്ലേ? r square equal to 4, then r equal to plus or minus. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട് പി ഈക്വൽ ടു എ ബി ആൻഡ് ക്യൂ ഈക്വൽ ടു സി ഡി. നമ്മൾ ക്യൂ ഡിവൈഡ് ബൈ പി എടുത്തു. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ 3. ക്യൂ ഡിവൈഡ് ബൈ പി എടുക്കുമ്പോൾ എന്ത് വരും? സി ഡി ഡിവൈഡ് ബൈ എ ബി. സി എന്ന് പറയുന്നത് നമുക്കറിയാം എ ആർ സ്ക്വയർ ആണ്. ഡി എന്ന് പറയുന്നത് എ ആർ ക്യൂബ്, ബി എന്ന് പറയുന്നത് എ ആർ. അതോടെ അപ്ലൈ ചെയ്തു അല്ലേ? അപ്പൊ എ സ്ക്വയർ ആർ റേസ് ടു 4 ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ആർ എന്ത് കിട്ടും? ആർ റേസ് ടു 4. ആർ റേസ് ടു 4 എന്ന് പറയുന്നത് 16. ക്യൂ ഡിവൈഡ് ബൈ പി എന്ന് പറയുന്നത് 16. ശരിയാണല്ലോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓൺലൈൻ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ. 3D4 അപ്ലൈ ചെയ്യുക. അതായത് കോമ്പണന്റോ ഡിവിഡന്റോ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ numerator minus denominator equal to 16 plus 1 divided by 16 minus 1 equal to 17 divided by 15. Question number 20. നമുക്കറിയാം, എല്ലാവരും നോട്ട് ചെയ്തോളൂ. If ABC are in AP, ABC are in AP എന്ന് പറഞ്ഞാൽ എന്താണ്? B equal to A plus C divided by 2 അല്ലെ? Arithmetic mean എഴുതിക്കോളൂ. ABC are in AP, therefore 2B equal to A plus C. Therefore 2B equal to A plus C. Equation 1. Equation 1. BCD are in GP. BCD are in GP. Therefore, C square equal to BD. Geometric mean. ഇല്ലേ? സെയിം അടുത്ത എഴുതിക്കോളൂ. അത് ഇക്വേഷൻ 2 ആക്കണേ. അടുത്തത് 1 by C, 1 by D, 1 by E are in AP.
അപ്പൊ അർത്ഥമാറ്റിക് മീൻ അവിടെ അപ്ലൈ ചെയ്യുക. അർത്ഥമാറ്റിക് മീൻ b equal to a plus c divided by 2 apply there. Question number 3. 20. First one 2b equal to a plus c. Second one c square equal to bd. അടുത്തത് third one 1 by d equal to 1 by c plus 1 by e divided by 2. ഇതല്ലേ? Sir, c square is equal to bd എങ്ങനെയാണ്? അത് ജോമെട്രിക് മീനിന്റെ അല്ലേ ഇത്? BCD RNGP അല്ലേ? BCD RNGP. ജോമെട്രിക് മീൻ മറന്നുപോയോ? സർ കണ്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 1 by d equal to e plus c divided by 2ec. ശരിയാണല്ലോ? e plus c divided by 2ec. അപ്പം റെസിപ്രോക്കൽ എടുക്കുക. then d equal to 2ec divided by e plus c. ഇക്വേഷൻ 3 ശരിയാണല്ലോ ലൈൻ ചെയ്ത്? e plus c divided by 2ec. ഇത്ര മനസ്സിലായെന്ന് നോക്കിയാൽ എഴുതിയത്? ഇവിടെ b equal to a plus c divided by 2. b equal to a plus c divided by 2. ഇനി ഇക്വേഷൻ 2 എടുക്കുക. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് c square equal to bd. c square എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കട്ടെ. d എന്ന് പറയുന്നത് എത്രയാ? d is a plus c divided by 2. d എന്ന് പറയുന്നതോ 2ec divided by e plus c. അല്ലേ? അപ്പൊ ഇവിടെ 2 ക്യാൻസൽ ആയി പോവും, ഒരു സിയും ക്യാൻസൽ ആയി പോവും. അപ്പൊ c ഈക്വൽ ടു a plus c into e divided by e plus c. ശരിയാണോ? 2 ക്യാൻസൽ ചെയ്തു, ഒരു സിയും ക്യാൻസൽ ചെയ്തു. ഓൺലൈൻ കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്തതിന് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, EC plus C square equal to AE plus CE അല്ലേ? ഈ സിയും സിയും കൂടി ക്യാൻസൽ ആയി പോകും. പോയിട്ട് ബാക്കി എന്താ വരുന്നത്? C square equal to AE. C square equal to AE means ACE RNGP അല്ലേ? C square equal to AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ACE RNGP. ശരിയാണോ? Yes, sir. Yes, sir. അത്രയുള്ള കാര്യം. പ്ലസ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 21 0.66 പ്ലസ് 0.666 പ്ലസ് n ടേംസ് വരെയാണ്. ഇവിടെ നമ്മൾ 6 കോമൺ എടുക്കുന്നു. തെറ്റിക്കരുത്, 6 കോമൺ എടുക്കുക. അപ്പൊ 0.1 പ്ലസ് 0.11 പ്ലസ് 0. എക്സെട്ര അപ് ടു n ടേംസ് ആണ്. ഇനി നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റു 9 ഡിവൈഡ് ബൈ 9 ചെയ്യുക. ഇൻറ്റു 9 ഡിവൈഡ് ബൈ 9. അപ്പൊ ഇൻറ്റു 9 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 0.9 പ്ലസ് 0.99 പ്ലസ് 0 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. ഓക്കെ, ചില മിടുക്കന്മാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 6 കോമൺ എടുക്കില്ല, അതിന് പകരം 0.6 കോമൺ എടുക്കും. അങ്ങനത്തെ മണ്ടത്തരം ചെയ്തു വെക്കരുത്. 6 ആണ് കോമൺ, 0.6 അല്ല കോമൺ. ഓക്കെ,
ഇനി ഇതിനെ നമുക്ക് 2/3 എന്ന് എഴുതാം. 0.9 എന്നുള്ളത് 1 മൈനസ് 0.1 എന്ന് എഴുതാം. ശരിയാണല്ലോ? 0.9 എന്ന് പറയുന്നത് 1 മൈനസ് 0.1. നമ്മൾ GP ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്കറിയാം നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 5 പ്ലസ് എക്സാമ്പിൾ 7 5 പ്ലസ് 55 പ്ലസ് 555. ഇത് ചെയ്തവർക്കറിയാം അതിന്റെ വ്യത്യാസം. ആ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യാത്തവര് ഇത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, മനസ്സിലാവില്ല. ഇപ്പോഴേ പറയുവാണ്. ഈ 0.99 എന്നുള്ളത് 1 മൈനസ് 0.01 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് 0.001 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്, സെക്ഷൻ കട്ടായി പോകും. അതുകൊണ്ടാണ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. 2/3 1 പ്ലസ് 1 പ്ലസ് മൈനസ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. 1 മൈനസ് 1/10 എഴുതാം. ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ ഒന്ന് റീജോയിൻ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ ക്ലാസ്. പ്ലസ് 1 മൈനസ് 1/100 എന്ന് എഴുതാം. പ്ലസ് 1 മൈനസ് 1/1000 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര അപ് ടു n terms. ഓക്കെ, അപ്പൊ 2/3 into 1 plus 1 plus etc. up to n terms minus 1/10 plus 1/100 plus 1/1000 plus etc. up to n terms. Okay, Anna? 2/3 into